കർത്താവിന്റെ വിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് തന്നെ നമുക്കൊരു അനുഗ്രഹമാണല്ലോ. ഒരു അവസരം ഇല്ലാതെയാകാൻ പോകുന്നു എന്നാണ് ലോകസഭകൾ വിളിച്ചറിയിക്കുന്നത്. ഇസ്രായേലിലെ യുദ്ധമൊക്കെ അങ്ങനെ ഒരു യുഗാന്ത്യത്തിലേക്ക് നീങ്ങി എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദോത്സവത്തിലെ വളരെ പ്രധാനമായ ഒരു പുസ്തകമാണ് റോമാലേഖനം. ആ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അത് 1-ാം അധ്യായത്തിൽ യഹൂദന്മാർ പാപത്തിന് കീഴിലാണെന്നും 2-ാം അധ്യായത്തിൽ യഹൂദന്മാർക്ക് വെളിയിലുള്ള പുറജാതി ലോകം പാപത്തിന് കീഴിലാണെന്നും 3-ാം അധ്യായത്തിൽ വരുമ്പോൾ സർവ്വലോകവും പാപത്തിന് കീഴാണ്, 4-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നീതീകരിച്ച് നമുക്ക് സ്വർഗരാജ്യ പ്രവേശനമുണ്ട് എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്തോട് ചിന്തിക്കുക. അതിൽ 1-ാം അധ്യായത്തില് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. ആ ദൈവത്തെ പറ്റിയുള്ള ഒരു അറിവ് ലഭിച്ചിട്ട്, കാരണം ദൈവത്തെ പറ്റിയുള്ള അറിവ് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, അത് ഗ്രഹിക്കുവാനുള്ള ബുദ്ധി അവർക്ക് കൊടുത്തെങ്കിൽ ആ ഭാഗം അവർ ചിന്തിക്കാതെ കൊണ്ട് അവർ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അക്ഷരായ ദൈവത്തിന്റെ തേജസ്സിനെ അവർക്ക് മാനിക്കാൻ സാധിച്ചില്ല എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, ബുദ്ധി, ജ്ഞാന, അറിവ്, കഴിവെല്ലാം അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ ആത്മീയമായ ചിന്ത നമ്മൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മടുപ്പും ഒരു പരാജയവുമായിരിക്കും. കാരണം നമ്മളെ മൂഢന്മാരായി പോയി നമ്മൾ പൗലോസ്ലീഹ പറയുന്നത്. അകത്ത് ആ ദൈവത്തെ പറ്റി അറിഞ്ഞിട്ട് ദൈവത്തെ മഹത്വീകരിക്കാത്തതിനാൽ അവർ മൂഢരായി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. ചൈനീസ് തത്വചിന്തകനായിരുന്ന കൺഫ്യൂഷ്യസ് പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു ചിന്ത, ഭാവോസത്തിന്റെ സമകാലികനായിരുന്ന കൺഫ്യൂഷ്യസിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ റോഡ് ഇങ്ങനെ പോകും. ആ റോഡിന്റെ നടുക്ക് ഒരു യുവാവ് ഇരുന്നുകൊണ്ട്, വലിയ പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരുന്നുകൊണ്ട് എന്തോ പണി നടത്തിയപ്പോൾ വളരെ വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനായില്ല വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ റോഡിന് നടക്കുന്ന ഈ പണിയിലെന്ന് ചോദിച്ചു. അവന് റോഡിന് നടുക്ക് പട്ടണം പണിയാണെന്നു. എടാ, റോഡിന് നടുക്ക് പട്ടണം പണിയാന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢിത്തരമല്ലേ, ഗതാഗതം തടസ്സപ്പെടുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ, സാറേ പട്ടണം തെളിഞ്ഞു വരുമ്പോൾ പിന്നെ അനേകം റോഡുകൾ ഇങ്ങോട്ട് വന്നോളൂല്ലോ, അപ്പോൾ പട്ടണം പുരോഗമിക്കുന്ന റോഡ് വന്നുകൊണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പണ്ഡിതനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ വളരെ മോശമായി ചിരിച്ചു. അപ്പൊ ഈ യുവാവ് ചോദിച്ചു, സാറിന് എന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ചൈനയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡിഗ്രിയും പാസ്സായി സർട്ടിഫിക്കറ്റ് ഉള്ളവനാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ ഞാനൊരു 1-2 ചോദ്യം ചോദിച്ചാൽ എനിക്കൊന്ന് പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സാറ് ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ആ ബിരുദാരിയായ മരണം പറഞ്ഞു, എടാ അതൊക്കെ എങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുമോ, സാധിക്കുമോ, നീ ഭൂമിയിലുള്ള വല്ലതും ചോദിക്കുക, അതൊന്നും സാധിക്കാൻ എനിക്കറിയാൻ പാടില്ല. ഭൂമിയിലുള്ള ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാന്ന്. ഭൂമിയിലുള്ള ചോദിച്ചാൽ പറയുന്ന ധൈര്യമാണ്. അതെ. അപ്പൊ ഭൂമിയിൽ എത്ര വീടുകളുണ്ട്? നീനെ പറഞ്ഞ ഈ ഭൂമിയിലുള്ള എല്ലാ വീടുകളും ഞാൻ എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഭൂമിയിലെ വീടുകളൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല. ആകാശത്തെ നക്ഷത്രത്തിന്റെ എണ്ണം പറയാൻ പറ്റിയില്ല. പിന്നെ നീ കൺമുമ്പിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ അവൻ ചോദിച്ചു, സാറിന്റെ കണ്ണിന്റെ പുരത്ത് എത്ര രോമമുണ്ട്? അതും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ആകാശത്തിലുള്ള നക്ഷത്രം അറിയാൻ പാടില്ല, ഭൂമിയിലുള്ള വീടുകൾ അറിയാൻ പാടില്ല, കണ്ണിന്റെ പുരത്ത് രോമത്തിന്റെ എണ്ണ അറിയാൻ പാടില്ല. സാറിന് എന്നാ ഡിഗ്രിക്കാരനാ എന്ന് ചോദിച്ചവനെ കളിയാക്കി വിടുവാനിടയായി. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ജ്ഞാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാവിന്റെ അടുക്കൽ വന്ന, അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്ന ആ മനുഷ്യനൊരു വിദ്യാനായിട്ട് മടങ്ങിപ്പോയി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവസംഘത്ത് കീഴ്പ്പെടുന്നതാണ് നല്ലത്. സകല മനുഷ്യനും ആത്മീയമായി പരാജയം വരാൻ കാരണം അവൻ്റെ ഉള്ളിലൊരു അഹങ്കാരം. നമുക്ക് വന്ന സമ്പത്ത്, നമുക്ക് വന്ന വിദ്യാഭ്യാസം, നമുക്ക് വന്ന എല്ലാ സൗഭാഗ്യങ്ങളും, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തോട് നന്ദി കാണിക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. കാൽവരി ക്രൂശില് മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി രക്തമൊഴുക്കി, എന്തിനു വേണ്ടി? ഭാവികളായിരുന്ന ദോഷികളായിരുന്ന നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുവാൻ വേണ്ടി. ഈ ലോക ജീവിതം തൽക്കാലമാണ്. 7, 80, 100 ആയിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഇത് മണ്ണായി പോകുമ്പോൾ അവസാനിക്കുകയല്ല. പിന്നെ നിത്യമായ സ്വർഗരാജ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അത് 3.5 വർഷം ശുശ്രൂഷയും 33 വർഷക്കാലം ഈ ഭൂമി ജീവിച്ച്
അവൻ കാൽവറി ക്രൂശിൽ യാഗമായി അവന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. അതെ, കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്ന വചനം നമ്മൾ ഓർക്കണം. അപ്പൊ യേശു ക്രിസ്തുവിനെ നമ്മൾ അവഗണിച്ച് കളയരുത്. ഒരു നന്ദിയും സ്നേഹവും ഒരു വിനയവും നമ്മൾ ഉണ്ടായിരിക്കണം. ഈ ചൈനീസ് തത്വചിന്തകനെ പോലെ ബിരുദാരിയെ പോലെ നമ്മള് ഒടുവിൽ അപമാനിക്കപ്പെടുവാനിടയാകുന്നത് കർത്താവിൻ നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ഒരു സംഭവം, ഒരു കാര്യം ഞാനിങ്ങനെ പറയാം. ഒരു കുറുക്കനൊരിക്കൽ ചെന്ന് സുമുഖത്തോട് പറഞ്ഞു, തിരുവേനെ ഇപ്പൊ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെയാണ് രാജാവായിട്ട് അംഗീകരിക്കുന്നത്, തിരുവേലിനെ രാജാവായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് സുമുഖത്തോട് പറയാനേ. സിമുഖം ഇത് കേട്ടപ്പോൾ ആകെ ഗോപിഷ്ണ, അങ്ങനെയായോ എല്ലാവരും? അത് നീ വെറുതെ പറയാം, അല്ല അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കാട്ടിലൊന്ന് പോകാമെന്ന്. അങ്ങനെ ഈ സുമുഖവും കുറുക്കനും കൂടി കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുമുഖം അത് മുമ്പിൽ പോയി, കുറുക്കൻ മുമ്പിൽ പോയി, സുമുഖം പിറകെ പോയി. അതിന് സിമുഖവും കുറുക്കനും കൂടെ പോവുക. മുമ്പിലിങ്ങനെ വലിയ രാജകീയ പദവിയോടെ കുറുക്കൻ പോകുന്നു, പിറകെ സിമുഖം ഇങ്ങനെ സാധാരണ പോകുന്ന പോലെ പോകുമ്പോൾ കാട്ടുപുറകളെല്ലാം രണ്ട് സൈഡിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ തൊഴുക, വളരെ ബഹുമാനം കാണിക്കുക. അപ്പൊ കുറുക്കൻ ചോദിച്ചാൽ, തിരുമേനി കണ്ടോ, അവരെന്നെയാ ബഹുമാനിക്കുന്നത്, ഇപ്പൊ ഞാനാണ് രാജാവ്, ഇങ്ങനെ പോവുക. എന്നാൽ സത്യത്തിൽ ഈ സിംഹം പുറകെ ഉള്ളത് കൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ ഈ തൊഴുകുന്നതെന്നുള്ളവരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സിംഹത്തിന് ഇല്ലാതെ പോയി. സിംഹം ധരിച്ചത് എന്തോരം കഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും കുറുക്കനെ തൊഴുകയല്ലേ, ഞാനിത് കണ്ടുകൊണ്ട് നടക്കുകയല്ലേ എന്നാണ് ഈ സിംഹത്തിന്റെ വിചാരം. വാസ്തവത്തിൽ സിംഹം പുറകെ ഉള്ളത് കൊണ്ടാണ് ഈ കാട്ടുമൃഗങ്ങളെല്ലാം ഈ കുറുക്കന് തൊഴുകുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം നമുക്ക് തന്ന നന്മയും അനുഗ്രഹങ്ങളും ആരോഗ്യവും സൗഭാഗ്യങ്ങളും ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നല്ല മാനിക്കുന്നത്, നമ്മുടെ വാക്ക് കേൾക്കുന്നത്. സുഖത്തിലുണ്ടാ സഖിമാർ അനേകം ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. കഖങ്ങൾ മാവിൽ പെരുകം വസന്തേ വരാ ശരൽക്കാലം ഇതൊന്നുപോലും. ആരോഗ്യവും പണവും കഴിവുണ്ടെങ്കിലേ ബന്ധുക്കളുള്ളൂ, പഴങ്ങളുണ്ടെങ്കിലേ പക്ഷികൾ മരത്തിന്മേൽ ഇരിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി ദൈവകൃപ, ആ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ച് എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായി ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകണം. അവൻ വാഗ്ദത്തം ചെയ്ത സ്വർഗീയ നന്മകള് വെറും മോഷത്വമല്ല, ഒറിജിനലാണ്. ഈ ഭൂമിയിലെ മാറും, സ്വർഗത്തിലുണ്ട് കോടാനു പുരുഷം. കർത്താവിനോട് ഒരുമിച്ച് ആ സന്തോഷകാലങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ജെറുസലേം എന്നുള്ള മനോഹരമായ ഒരു നഗരം, വെളിപ്പാട് 21 അധ്യായം വായിച്ചു വെക്കണം കേട്ടോ. അതെ, സ്വർണം കൊണ്ടുള്ളൊരു കൊട്ടാരം, 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരം, സ്വച്ഛ സ്ഫടികത്തിന് തങ്കം കൊണ്ടുള്ള കൊട്ടാരം, അതും വീണ്ടും മനോഹരമായി അലങ്കരിച്ചത്. അതിന്റെ താഴെ ജീവജല നദി, അതിന് ചുറ്റും ജീവവൃക്ഷങ്ങൾ, 12 ജീവവൃക്ഷങ്ങൾ, പുതിയ പുതിയ ഫലങ്ങൾ, കൊടാനുകൊടി വിശുദ്ധന്മാർ, 1000 ദൂതന്മാർ, കർത്താവൻ ദൈവം ഒരുമിച്ചുള്ള വാസക്കാലം. ആ മനോഹര ദേശം നമുക്ക് തരുവാൻ വേണ്ടി കാൽവറിയിലേക്ക് ക്രൂശുമായി പോയ 2 കള്ളന്മാർ നടുവിൽ കിടന്ന് എന്റെ ദൈവമേ നിലവിളിച്ച യേശുവിനെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുവിന്റെ കഷ്ടാത്മകളെ ആ ഓർമ്മ ഉണ്ടായിരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. കർത്താവിന്റെ സ്തോത്രം. പാപത്തിന്റെ ശമ്പളമായി മരണം മാറ്റി തന്നവനെ, സാത്താൻ കെട്ടിയ കോട്ടകൾ വചനം കൊണ്ടു തകർത്തവനെ, അഹറോൻ വെച്ചൊരു യാഗത്തിൽ തീയായി വന്നു ജ്വലിച്ചവനെ, സിയോൻ നഗരം നിന്റേതാണല്ലോ. അഹറോൻ യാഗം വെച്ചപ്പോൾ ആ സ്വർഗത്തിൽ വന്ന തീ വന്ന് ദഹിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു കേട്ടോ. എന്നാ തീയായി ജ്വലിച്ചവനും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി യാഗമായവനും ആ യേശുവിനെ നമ്മൾ മറന്നു കളയരുത്. പാപത്തിന്റെ ശമ്പളമായി മരണം മാറ്റി തന്നവനെ, സാത്താൻ കെട്ടിയ കോട്ടകളെ വചനം കൊണ്ടു തകർത്തവനെ, അഹറോൻ വെച്ചൊരു യാഗത്തിൽ തീയായി വന്നു ജ്വലിച്ചവനെ, സിയോൻ നഗരം നിന്റേതാണല്ലോ. രക്തം പോലെ ചോര നിറത്തിൽ കണ്ടു ഞങ്ങളുടെ പാപങ്ങൾ, കഴുകിനാഥൻ രക്തത്താൽ, കാൽവരി രക്തത്താൽ, അഭിഷേകത്തിൻ തൈലത്താൽ നിങ്ങൾ വസിക്കും ഭവനങ്ങൾ സ്വർഗത്തിന്റെ എംബസിയായി തീർത്തു കാൽവരി യാഗത്താൽ. നമ്മുടെ ഭവനം സ്വർഗീയ എംബസിയായി മാറ്റുവാൻ കാൽവരി യാഗമായ യേശുവിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ ഏവർക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം.